കണ്ടെയ്നർ MCFും മറ്റുമായി മാലിന്യ സംസ്കരണ പദ്ധതി പുരോഗമിക്കുന്ന കൊണ്ടോട്ടി നഗരസഭയിൽ ദ്രവമാലിന്യ സംസ്കരണ പദ്ധതിക്ക് കേന്ദ്രത്തിന്റെ 39.65 കോടി രൂപ 15ാം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റായാണ് തുക ലഭിക്കുക. ദ്രവമാലിന്യ സംസ്കരണത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പദ്ധതിക്കാണ് തുക വിനിയോഗിക്കേണ്ടത്. പദ്ധതിക്ക് ആവശ്യമായ പ്രപ്പോസൽ ഉടൻ സമർപ്പിക്കുമെന്ന് നഗരസഭാ അധ്യക്ഷൻ UK മുഹമ്മദ് ഇഷ പറഞ്ഞു. 40 കോടി ഇപ്പോൾ മിനിഞ്ഞാന്ന് ഒരു ഓൺലൈൻ മീറ്റിങ്ങിലാണ് സൂപ്രണ്ടായിരുന്നു പങ്കെടുത്തിരുന്നത്. അപ്പോൾ അദ്ദേഹം ഇതിൽ വന്നൊരു കാര്യം എന്താ വെച്ചാൽ ഈ കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയിൽ പെട്ടതാണ്. അവിടെ ചെലവഴിക്കാൻ കഴിയാത്ത അതൊരു 8 മുനിസിപ്പാലിറ്റികളുണ്ട്. അപ്പോൾ 8 മുനിസിപ്പാലിറ്റിയിൽ 8ാമത്തെ മുനിസിപ്പാലിറ്റിയായി നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 39.60 രൂപയാണ് ഇപ്പോൾ നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. അത് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിനാണ്. സത്യത്തിൽ നമ്മുടെ മാലിന്യങ്ങൾ ഇപ്പോൾ ഉള്ള അത് സംസ്കരിക്കാനുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ അതിന് നമ്മൾ മനസ്സിലാക്കിയപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് കൊണ്ടോട്ടിയെ പോലത്തെ സംബന്ധിച്ച്. കാരണം കൊണ്ടോട്ടിയിൽ നമുക്കറിയാം ഒരുപാട് ലോഡ്ജുകളും ഒരുപാട് ഹോട്ടലുകളും അതേപോലെ തന്നെ മറ്റ് സംഗതികളൊക്കെ ഉണ്ട്. ഒരുപാട് വെള്ളം കൊണ്ടുണ്ട്. അപ്പോൾ അതൊക്കെ സംസ്കരിക്കുന്ന ഒരു പ്ലാന്റ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിക്ക് അതുമായി ബന്ധപ്പെട്ട് നല്ല വരുമാനമാണ്. കാരണം അത് അപ്പോൾ മാത്രമല്ല 40 കോടി എന്ന് പറയുന്നത് ചുരുങ്ങിയൊരു സംഗതിയല്ല ഒരു മുനിസിപ്പാലിറ്റിക്ക് കിട്ടുക എന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടിയിട്ടുള്ളത് ഒരു വലിയ അനുഗ്രഹമാണ്. ഈ നമ്മൾ നഗരസഭ ഇപ്പോൾ കഴിഞ്ഞ ഈ 21ാം തീയതി ചാർജ് എടുത്തുള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ 40 കോടി മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉള്ളൊരു പദ്ധതിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ്. അത് ഞങ്ങൾ പൂർണ്ണമായിട്ടും ഈ നഗരസഭയിൽ നടപ്പാക്കാനുള്ള ഒരു പദ്ധതി ഞങ്ങൾ ആവിഷ്കരിക്കും. അതിന് ഇന്ന് കൗൺസിൽ യോഗം അതിൻ്റെ ഒരു പ്രപ്പോസൽ അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ശുചിമുറികളിൽ നിന്നുള്ള ദ്രവമാലിന്യ സംസ്കരണം, മലിനജല ശൃംഖലകളുടെ പുനരുദ്ധാരണം, ജലപുനരുപയോഗ സംയോജനം തുടങ്ങിയവ പദ്ധതിയിൽ ഉൾപ്പെടുത്താം. നിലവിൽ അജൈവ മാലിന്യ സംസ്കരണ പദ്ധതികൾ നഗരസഭയിൽ പുരോഗമിക്കുന്നുമുണ്ട്. ദ്രവമാലിന്യ സംസ്കരണത്തിനു കൂടി മികച്ച രീതിയിൽ പദ്ധതി ഒരുക്കാനായാൽ നഗരസഭയെ മാലിന്യമുക്തമാക്കാനാകും. 39,65,17,170 രൂപയാണ് കൊണ്ടോട്ടിക്ക് അനുവദിച്ചത്. തുക അനുവദിക്കാൻ പട്ടികയിൽ ഉൾപ്പെട്ട മലപ്പുറം ജില്ലയിലെ ഏക നഗരസഭയാണ് കൊണ്ടോട്ടി. ന്യൂസ് ഡെസ്ക് എയർ 1. Who is the most special person in your life? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തി അതാരാണ്? ഒന്നോർത്താൽ ഇന്നോളം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തളരാതെ ഇടറാതെ മുമ്പോട്ട് തന്നെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലെ ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ. സോ ലവ് യുവർ സെൽഫ്, ട്രസ്റ്റ് യുവർ സെൽഫ് and be proud of yourself because you are always special. Beauty Mark Gold and Diamonds, specially for you.